സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിവിടെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കവിതർക്കങ്ങൾ നടക്കുകയാണ് കേരളത്തിൽ. അതുമായി കേരളം ഭരിക്കുന്ന പാർട്ടിക്കോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ള വലിയ ചർച്ചകളും നടക്കുന്നു. അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ, അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും ഇതെന്താണ് എന്ന് പുറത്തു വരിക തന്നെ വേണം എന്നുള്ളത് വസ്തുത. അങ്ങനെ ഇരിക്കെ ഡൽഹിയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ വസതിയിൽ ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന പൂജയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് സ്വീകരിക്കുന്നത്, പൂജയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്, ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ധാരാളമായി പ്രചരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വലിയ വിമർശനം ഉയരുകയും ചെയ്യുന്നുണ്ട്. വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരവരുടേതായ വിശ്വാസാനുഷ്ഠാനങ്ങൾ, വിശ്വാസം പിന്തുടരാനും അതിൻ്റെ ഭാഗമായ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം ചീഫ് ജസ്റ്റിസിനുമുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുമുണ്ട്. പക്ഷേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ വസതിയിൽ പ്രധാനമന്ത്രി ഈ ഗണേശോത്സവ ചടങ്ങിനായിട്ട് എത്തുമ്പോൾ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകൾക്ക് ഒപ്പിച്ചുള്ള വിധിന്യായങ്ങൾ നമ്മുടെ ജുഡീഷ്യറിയിൽ നിന്നുണ്ടാവുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് ഈ സന്ദർശനങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ്. നമുക്കിപ്പോൾ ഉള്ളത് ദാമോദർ പ്രസാദാണ്. ഈ വാർത്ത വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് BJPയുടെ ഡിഫൻസാണ്. BJP ഡിഫെൻഡ് ചെയ്യുന്നത് 2009 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ ഇഫ്താർ പാർട്ടിയിൽ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കാണാത്ത എന്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്നുള്ള ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. ഞാനിതിൽ കണ്ട വ്യത്യാസം, ഇഫ്താർ പാർട്ടി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഒരുപാട് ആളുകളുണ്ടാവും അവിടെ. ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും, ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, അങ്ങനെ പല കക്ഷി നേതാക്കളുണ്ടാവും, MP മാരുണ്ടാവും. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണ് ചീഫ് ജസ്റ്റിസ് വരുന്നത്. ഇത് ഏതാണ്ട് സ്വകാര്യമായ ഒരു ചടങ്ങാണ്, വീടിനുള്ളിൽ നടക്കുന്ന ഒരു പൂജാ ചടങ്ങാണ്. അതിൽ പങ്കെടുക്കാനുള്ള അവരുടെ അവകാശം അംഗീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിലെന്തെങ്കിലും ഒരു അപാകത തോന്നുന്നുണ്ടോ? ഈ കമ്പാരിസൺ, BJP നടത്തുന്ന ഈ കമ്പാരിസൺ, അത് യുക്തിസഹമാണ്? അത് യുക്തിസഹമല്ല എന്നുള്ള വ്യക്തമാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന കാരണം തോന്നിയത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സർക്കാരിൻ്റെ ഇത്തരം പരിപാടികളിൽ ചീഫ് ജസ്റ്റിസുമാർ പങ്കെടുക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ഉചിതമായ കാര്യം. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നതാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ ഇത്തരം റിലീജിയസ് അങ്ങനെ ചടങ്ങുകൾ സർക്കാർ പലപ്പോഴും നടത്താൻ പല സാഹചര്യം ഉണ്ടായിരിക്കും. കാര്യം അത് സർക്കാർ അങ്ങനത്തെ ഒരു നമ്മുടെ സെക്യുലർ ട്രഡീഷൻ അങ്ങനെയാണ്. പല ഉത്സവങ്ങൾ സർക്കാർ ഇങ്ങനെ രീതിയിൽ ഇഫ്താറൊക്കെ നടത്തുന്നതാണ്. പക്ഷേ അതിൽ ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഉന്നത ജുഡീഷ്യൽ പങ്കെടുക്കുന്ന ആൾക്കാർ പോകാതിരിക്കുന്നതിൻ്റെയാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതായിരുന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ കോണ്ടക്സ്റ്റ് അല്ല ഇത്. നമുക്കറിയാം, ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ മുഖ്യ പുരോഹിതനായി വന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഇത്തരം ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അങ്ങനെ പ്രധാനമന്ത്രി നമ്മുടെ എന്താ പറയുക, അങ്ങനെ ഒരു മൻമോഹൻ സിംഗ് അങ്ങനെ ഒരു കാലത്തും മൻമോഹൻ സിംഗ് ഒരു സമുദായത്തിൻ്റെയോ, അദ്ദേഹം സിഖ് സമുദായത്തിൽപ്പെട്ടാണെങ്കിലും ആ സമുദായത്തിൻ്റെ വക്താവായിട്ടോ അല്ലെങ്കിൽ ഒരു കാലത്തും ഒരു സ്ഥലത്തും മൻമോഹൻ സിംഗ് അവതരിച്ചിട്ടുമില്ല, സ്വയം അങ്ങനെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ പ്രധാനമന്ത്രി അങ്ങനെയല്ല. അദ്ദേഹം ഒരു ഹിന്ദു ഹൃദയ സാമ്രാട്ട് നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്. അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്, പ്രാണപ്രതിഷ്ഠയിൽ. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഇത്തരം ഗണേശോത്സവ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ അതൊരു അസ്വാരസ്യം സൃഷ്ടിക്കുന്നുണ്ട്. ആ അസ്വാരസ്യം നമുക്ക് മൂടിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഓണസ്റ്റായിട്ട് ക്രിറ്റിസിസം നടത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് പഴയ അവസ്ഥയിൽ താരതമ്യം ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒന്നാമതായിട്ട് സർക്കാർ ഈ ഔദ്യോഗികമായിട്ടുള്ള വസതിയാണ്. ഔദ്യോഗിക വസതിയിൽ നമ്മൾ ഈ ബഹുമാനയുടെ ചീഫ് ജസ്റ്റിസിനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ച പണ്ടേ ഒരു ലിബറൽ ജുഡീഷ്യറിയുടെയൊക്കെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദീർഘകാലമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരാളും കൂടി എന്നുള്ളൊരു പ്രതീക്ഷയും അതിൻ്റെ അകത്തൊരു സ്വഭാവത്തിൻ്റെ അകത്തുണ്ട്. അങ്ങനെ സ്ഥലത്താണ് പ്രധാനമന്ത്രി ഔദ്യോഗിക ക്ഷണിച്ച് വരുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് പ്രധാനമായും നമ്മുടെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഇനി നവംബർ റിട്ടയർ ചെയ്യും. അപ്പോൾ അതൊന്നും ഒരു നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. നമ്മളത് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ നല്ല സന്ദേശം നമുക്കൊരു നല്ലതല്ല തോന്നുന്നത്. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതിനപ്പുറം നമുക്ക് നോക്കുമ്പോൾ ആ സെപ്പറേഷൻ ഓവർ ഏതൊക്കെ തരത്തിൽ ഇതാക്കുന്നുണ്ട്, ഒരു സുഖകരമല്ലാത്തൊരു സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നതാണ് എൻ്റെ തോന്നൽ.
അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യറിക്ക് ഒരു ഓട്ടോണമി ഉണ്ട്. ആ ഓട്ടോണമിയെ കുറിച്ചിട്ടുള്ള ഇതിപ്പോൾ നാളെ എല്ലാ കേസുകൾക്കും സർക്കാരിന് അനുകൂല വിധി പ്രഖ്യാപിക്കുന്നതൊന്നും ഇതിനകത്ത് നമ്മൾ അനുമാനത്തിലെത്തേണ്ട ആവശ്യമില്ല, ചില പ്രതികൂലമായിട്ടുള്ള തീരുമാനം. പക്ഷേ ഇങ്ങനെ സന്ദേശം ഇങ്ങനെ ഇമേജ് കൊടുക്കുന്നത് തന്നെ ഒരു പ്രശ്നമുണ്ട്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നാൽ അത് പ്രധാനപ്പെട്ട ലോയേഴ്സ് തന്നെ ഉയർത്തിയിട്ടുള്ളത് അങ്ങനെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാര്യം അപ്പോൾ അത്ര നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഇഫ്താർ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു. ഇഫ്താർ പാർട്ടിയെക്കുറിച്ച് നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു മുസ്ലിം പ്രധാനമന്ത്രി അതുപോലെ റിലീജിയസ് ആയിട്ട് ഒരു ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രധാനമന്ത്രി ആയിരുന്നു, സ്വാഭാവികമായിട്ട് ഈ ചർച്ച ഉയരുമായിരുന്നു. അങ്ങനെ ഒരു ആളെ അല്ല മൻമോഹൻ സിംഗ്. അങ്ങനത്തെ ഒരു അങ്ങനെ ചരിത്ര പശ്ചാത്തലവും ഇല്ല. ഇന്ന് അങ്ങനെ ഹിന്ദുത്വത്തിൻ്റെതായ ചരിത്ര പശ്ചാത്തലം ഉണ്ട്. അപ്പോൾ നമ്മൾ വേർതിരിച്ച് കാണണമല്ലോ. നമ്മളതിനാണ് മൂടി വയ്ക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു യാഥാർത്ഥ്യത്തിൽ കാര്യം പള്ളികളെ ബന്ധപ്പെട്ട കേസുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് ജുഡീഷ്യൽ മുമ്പാകെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത് നമുക്ക് തരുന്നത് ചില സെക്യുലർ സംബന്ധിച്ചിടത്തോളം, ഒരു സെക്യുലർ ഭരണഘടനയെ നിലനിൽക്കുന്ന രാജ്യം സംബന്ധിച്ചിടത്തോളം ഒരു അത്ര സുഖകരമല്ലാത്ത സന്ദേശം തന്നെയാണെന്നാണ് പൊതുവിൽ നമുക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ ജുഡീഷ്യറിയുടെ ഒരു സ്വതന്ത്ര സ്വഭാവത്തിൽ ഈ 2014 ശേഷം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങൾ നേരത്തെ മുതലുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസിലായിരുന്ന കാലത്ത്, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസിലായിരുന്ന കാലത്ത്, ഇതൊക്കെ ഈ കാലത്തൊക്കെ വളരെ വലിയ തോതിൽ ഈ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഈ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന ആളാണ്, വളരെ പുരോഗമനമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് എന്ന തോന്നൽ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ജഡ്ജ്മെൻറ്റുകളും ഒരുപക്ഷെ ആ തോന്നൽ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ടാവും. പക്ഷേ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഇപ്പോൾ അയോധ്യ കേസിൽ വിധി പറഞ്ഞ, അല്ലെങ്കിൽ ബാബരി മസ്ജിദ് ഭൂമി സംബന്ധിച്ച കേസിൽ വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉണ്ടായിരുന്നു. ആ ബെഞ്ചിൻ്റെ ഏകകണ്ഠമായ വിധിന്യായമായിരുന്നു അന്ന് പുറത്തു വന്നത്. അതായത് ഈ ഭൂമി ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന വിധി. അത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 370 സംബന്ധിച്ചുള്ള കേസിലെ വിധി വരുമ്പോൾ ഒരു ഭാഗത്ത് ഈ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഭരണഘടന അമെൻഡ് ചെയ്യുന്ന രീതി ശരിയല്ല, ഭരണഘടന അമെൻഡ് ചെയ്യുന്നതിന് അതിൻ്റേതായ നിയമപരമായ മാർഗങ്ങളുണ്ട് എന്ന് പറയുകയും എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി ശരിവെക്കുകയും ചെയ്യുന്ന വിധി വരുന്നത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച ഈ പല പള്ളിത്തർക്കങ്ങളുടെയും കേസ് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതി അത് ജില്ലാ കോടതികളിലേക്ക് തിരിച്ചയക്കുന്ന കാഴ്ചയും നമ്മൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ജഡ്ജിയായിരിക്കുന്ന ബെഞ്ചിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഹിന്ദുത്വ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള കേസുകളിലൊക്കെ അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയും ഇപ്പുറത്ത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പോലൊരു കേസ്, അല്ലെങ്കിൽ മറ്റ് പല കേസുകളും ചില കോർപ്പറേറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതിലൊക്കെ വളരെ പുരോഗമനപരം എന്ന് തോന്നിക്കുന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുക, ഇങ്ങനത്തെ ഒരു കോംപ്രമൈസിങ് രീതി ഉണ്ടോ ജുഡീഷ്യറിൽ? അതിൻ്റെ കൂടെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. അല്ല, ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വിധിന്യായങ്ങളെ ബന്ധപ്പെട്ട തന്നെ വിമർശനങ്ങൾ ഇപ്പോൾ ജഡ്ജി വിമർശിക്കാൻ പാടില്ല, ജഡ്ജിമെൻറ്റ് വിമർശിക്കാമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതൊരു സ്റ്റേറ്റുടെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ അയോധ്യ ജഡ്ജിമെൻറ്റിനെ കുറിച്ച് തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സുപ്രീം കോടതി ഈ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട സംഭവം, അതുപോലെ ചില വിധിന്യായങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വല്ലതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ വിധിന്യായങ്ങൾ നല്ലതായിരിക്കും തന്നെ അതിൻ്റെ പ്രായോഗിക തലത്തിൽ, ഉദാഹരണം മഹാരാഷ്ട്ര അവിടുത്തെ ഗവർണർ നടത്തിയ നിലപാട്. പക്ഷെ അതിനുശേഷം ആ തെറ്റായതെന്ന് പക്ഷേ ആൾ വേറെ സർക്കാർ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ നള്ളിഫൈ ചെയ്യപ്പെടുന്നില്ല. കാര്യം ആക്ഷൻ തെറ്റാകുന്ന ആ ആക്ഷൻ നള്ളിഫൈ ചെയ്യപ്പെടുന്നു. പക്ഷേ അതിനുശേഷം അവിടെ ഈ ഏകനാഥിൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് താരതമ്യേന വളരെ ദുർബലമായിരിക്കുകയും ജഡ്ജ്മെൻറ്റ് പ്രൗഡായിരിക്കുകയും ചെയ്യുന്ന ചില സിറ്റുവേഷൻ പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആധാർ ജഡ്ജ്മെൻറ്റ് മുതലാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ മികവായിട്ട് പ്രൈവസി, പക്ഷേ നമുക്ക് പ്രൈവസി പിന്നീട് എത്രയോടെ ലംഘിക്കപ്പെട്ടു, പ്രൈവസി പലതവണ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഈ അവസാന പെഗാസസിൻ്റെ കേസ് എവിടെ എത്തിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യം ഇപ്പോൾ ഇത്തരം വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഇത് കാണാൻ സാധിക്കും. നമ്മുടെ നിലനിൽക്കുന്ന ഒരു റൂളിംഗ് ഐഡിയ എന്ന് വിളിക്കുന്ന ഹിന്ദുത്വം തന്നെയാണ്. റൂളിംഗ് ക്ലാസിൻ്റെ ഐഡിയ എന്ന് ആ കാലത്തുള്ള ഭരണ ഐഡിയ എന്ന് മാർക്സ് പറഞ്ഞ പോലെ ഇത് റൂളിംഗ് ഐഡിയ എന്ന് വിളിക്കുന്ന ഹിന്ദുത്വമാണ്. അത് നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും വേറെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഇൻഡിപെൻഡൻസ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഭരണഘടനയ്ക്ക് നിലനിൽക്കാൻ തന്നെ അത്ര ഇൻഡിപെൻഡൻസ് ആവശ്യമുണ്ട്. ഭരണഘടന സ്വന്തമായി നിലനിൽക്കും, ഒരു ടെക്സ്റ്റ് സ്വന്തമായി നിലനിൽക്കില്ല.
ആ ടെക്സ്റ്റ് പ്രയോഗത്തിലൂടെ നിൽക്കുന്ന അതിൽ ആവിഷ്കരിച്ച ആശയങ്ങൾ ഫലവത്തായ രീതിയിൽ ഭൗതിക രൂപം ആവുമ്പോഴാണ്. അപ്പോൾ ആ നിലയ്ക്ക് സ്വതന്ത്രം എന്ന് വിളിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്വതന്ത്രം അല്ലെങ്കിൽ പിന്നെ ഭരണഘടനയ്ക്ക് പ്രസക്തിയില്ല. അപ്പോൾ ഭരണഘടന കൊണ്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ഭരണഘടന ടെക്സ്റ്റ് സ്വയം പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ നിലയിൽ പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു സന്ദർഭം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം ഇത്ര ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഹിന്ദുത്വത്തിന് ഒരു മൂവ്മെൻറ്റ് അങ്ങനെയാണ്. അതൊരു അങ്ങനത്തെ സ്വഭാവമുള്ള ഐഡിയോളജി, അങ്ങനത്തെ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഒട്ടും തന്നെ ലിബറൽ അല്ലാത്തൊരു സ്വഭാവമുള്ള ഐഡിയോളജിയാണ്. അപ്പോൾ അത് ഭരിക്കുകയും അതൊരു ആശയ കേന്ദ്രീകൃതമാവുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പുറത്ത് അതിൻ്റെ സ്വാധീനം വരുന്ന പല ഘട്ടങ്ങളും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഘട്ടത്തിലാണ് നമ്മൾ ഒരു ചീഫ് ജസ്റ്റിസ് ഇത്തരം പ്രൈം മിനിസ്റ്റർ അവിടെ പോവുകയും ആരതി ഒഴിയുകയും ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യ ഒരു ബഹുമത സമൂഹമാണ്. ഇന്ത്യ ഒരു ബഹുമത സമൂഹമാണ്. ഇന്ത്യ അതിൽ നമ്മൾ ഈ കാര്യങ്ങൾ വളരെ വസ്തുതയാണ്. കാര്യം എല്ലാവർക്കും അവരുടെ മതവിശ്വാസങ്ങൾ ഏർപ്പെടാനും അത് അനുഷ്ഠിക്കാനും ഒക്കെ ചെയ്യണം. അപ്പോഴും നമ്മളൊരു പിന്തുടരുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ സ്വകാര്യതയിലേക്ക് അത് മാറ്റുക എന്നുള്ളതാണ്, സ്വകാര്യ ലോകത്ത്. പക്ഷേ അതിന് ആരും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് അങ്ങനെ പബ്ലിസൈസ് ചെയ്യാറില്ല. അതൊരു നമ്മുടെ സ്റ്റേറ്റിലെ പ്രിൻസിപ്പൾ അത്രയും പിന്തുടരുന്ന ഒരു സെക്യുലർ രീതിയാണ്. അപ്പോൾ നരേന്ദ്രമോദി തീർച്ചയായിട്ടും അത്ര ഒരു രീതി പിന്തുടരുന്ന ആളല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അതില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അത്തരം ഐഡിയോളജിയുടെ ആളല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾസ് അങ്ങനെയല്ല. പക്ഷേ അതിന് വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും ബഹുമത സമൂഹത്തിൽ, വളരെ വ്യത്യസ്തമായ ഒരു ജനവിഭാഗങ്ങൾ ജീവിത സമൂഹത്തിൽ എന്താണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവുക എന്നുള്ള ആലോചിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് പ്രധാനമാണ്. കാര്യം ഒരു രാഷ്ട്രത്തിൻ്റെ കംപ്ലീറ്റ് നിയമവും സംവിധാനം ഒരാളുടെ കയ്യിലിരിക്കുകയാണ്. ചെറിയൊരാളല്ലല്ലോ, ചെറിയ ജുഡീഷ്യലോ അല്ലെങ്കിൽ അതുപോലും ചെയ്യണ ശരിയല്ല. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു എല്ലാവരും വളരെ എന്താ പറയുക ആദരവോട് നോക്കിക്കാണുന്നൊരു പ്രശ്നമാണത്. വളരെ ആദരവോടെ അവിടെ നിന്ന് വരുന്ന ഓരോ ഉത്തരവുകളും ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ നിരീക്ഷണങ്ങളും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിർണ്ണയിക്കാൻ പറ്റുന്നതാണ്. അതാണ് ജുഡീഷ്യറിക്കുള്ള ഒരു പവർ. പക്ഷെ അത് ഇറോഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഫങ്ഷണലായിട്ടുള്ള ഓട്ടോണമി ഇറോഡ് ചെയ്യപ്പെടുക എന്നുള്ള തോന്നൽ തന്നെ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ പ്രതീതി തന്നെ ആശങ്കജനകമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നമ്മൾ പിന്തുടരുന്ന ജനാധിപത്യ രീതികൾക്കും ഭരണഘടനാബദ്ധമായ ജനാധിപത്യ രീതികൾക്ക്, ആ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനമായ രീതികൾക്ക് അതിൽ അവലംബിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനത്ര നല്ലൊരു തരത്തിൽ ഒരു എന്താ പറയുക ഒരു അനുഭവം അല്ലാതെ സൃഷ്ടിച്ചിട്ടുള്ള എന്നുള്ളത് തോന്നുന്നു. പ്രായോഗികതലത്തിൽ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇനിയൊരു മഹാരാഷ്ട്ര കേസ് ഈ കോടതിയിൽ ജസ്റ്റിസ് GY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൻ്റെ മുമ്പാകെ വരാനിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്. അത് അവിടുത്തെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ അംഗങ്ങൾ കൂറുമാറിയത് ശരിവെച്ച, അല്ലെങ്കിൽ പഴയ ശിവസേനയിലെ അംഗങ്ങൾ ഷിൻഡെ വിഭാഗത്തിലേക്ക് കൂറുമാറിയത് ശരിവെച്ച സ്പീക്കറുടെ റൂളിംഗ് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയാണ്. അപ്പോൾ ഇതിന്മേലുള്ള വാദം പൂർത്തിയാകുകയോ അല്ലെങ്കിൽ അത് നടക്കുകയാണ്. ഈ നവംബറിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വിരമിക്കും. അതിനു മുമ്പ് ഒരുപക്ഷെ ഇതിൽ വിധി വന്നേക്കും എന്നുള്ളൊരു പ്രതീതിയുണ്ട്. ഇപ്പോൾ സഞ്ജയ് റൗട്ട്, ഈ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ നേതാവായിട്ടുള്ള സഞ്ജയ് റൗട്ട് പറയുന്നത് ഈ വിധി മാറ്റിവെപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ സന്ദർശനം എന്ന് പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി വിധി എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രായോഗിക തലത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി അവിടെ ചെന്നത് ഒരു മഹാരാഷ്ട്ര ക്യാപ്പ് വെച്ചിട്ടാണ് എന്നാണ്. അതായത് ആ ക്യാപ്പിന് അത് മഹാരാഷ്ട്രയിലാണ് കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത്. അപ്പോൾ അതൊരു സൂചനയായിട്ട് അവരെടുക്കുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വ്യാഖ്യാനത്തിന് സാധ്യതകളുണ്ട്. കാരണം ഗണേശോത്സവത്തിനൊരു മഹാരാഷ്ട്ര ഇതുണ്ട്. 2 ചീഫ് ജസ്റ്റിസ് മഹാരാഷ്ട്രക്കാരനാണ്. ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയുടെ ഒരു ക്യാപ്പിൻ്റെ രീതി അത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് ഒരു മഹാരാഷ്ട്ര രാഷ്ട്രീയ നേതാവിന് അനുഭവപ്പെടുകയാണെങ്കിൽ ആ പ്രശ്നം ചീഫ് ജസ്റ്റിസ് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം അതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ മമതാ ബാനർജിക്കെതിരെയുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്, അതിൽ BJPക്ക് സ്റ്റേക്കുള്ള വിഷയമാണ്. പ്രധാനമന്ത്രി തൻ്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച വിഷയമാണത്. അത് കേട്ടുകൊണ്ടിരിക്കുക. അതിൽ വളരെ കർശനമായ സ്ട്രിക്ചേഴ്സ് കഴിഞ്ഞ ദിവസം പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്കും സംശയം ഉണ്ടാവും, ഇതൊക്കെ തലത്തിക്കാൻ പോകണമെന്നുള്ളത്. അതിന് വാസ്തുവിൽ അത്തരം ചർച്ചകളൊന്നും കൂടെ നടന്നു എന്നല്ല പറഞ്ഞു, നമുക്ക് അതിനെ അനുമാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു രാജ്യത്തെ ഞാൻ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ചർച്ച ഒന്നും നടക്കാതെ തന്നെ സ്വാധീനിക്കാൻ പാകത്തിൽ ഉള്ളൊരു എന്താ പറയുക ഒരു സന്ദർശനത്തിലൂടെ തന്നെ, ആ പ്രസൻസിലൂടെ തന്നെ ഒരുപക്ഷെ അത് നടന്നേക്കാം എന്നുള്ളൊരു സാധ്യത. അതാണ് നമ്മൾ കേരളത്തിൽ ഡിബേറ്റ് ചെയ്യുന്ന കാര്യം. ADGP, കേരള ലോ ആൻഡ് ഓർഡർ ADGP, RSS നേതാവിനെ, RSSന്റെ ടോപ്പ് ലീഡറായ രണ്ടാമത്തെ ലീഡറെ പോയി രഹസ്യ സ്വകാര്യ കാര്യം സന്ദർശിച്ചു. അത് തികച്ച വ്യക്തിപരമായ കാര്യം സന്ദർശിക്കാൻ നമുക്ക് തള്ളിക്കളയാവുന്ന കാര്യമാണ്. കാര്യം CPM ജനറൽ സെക്രട്ടറി പറയുന്നത് അയാൾ എന്തോ കാര്യത്തിന് വേണ്ടി പോയി CPM ആ വാദം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് ശരിയാണത്. കാര്യം അത് അയാളുടെ പ്രശ്നമാണ്. പക്ഷേ ലോ ആൻഡ് ഓർഡറായി കൈകാര്യം ചെയ്യുന്ന ADGP എന്തിനാണ് RSS എന്ന് കാണുമ്പോൾ അത് ഉന്നയിക്കുന്ന ഒരു കാര്യം നമ്മുടെ സാമൂഹ്യമായ കൺസേൺ ആണത്.
കാര്യം അതൊരു ഐഡിയോളജിക്കലും നമ്മൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ചുള്ള നമ്മുടെ ചില പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള കൺസേൺ ആണ്. അതെല്ലാവരും ചിലപ്പോൾ കൺസേൺ ഷെയർ ചെയ്യുന്നത് BJP-ക്കാർ ആ കൺസേൺ ഷെയർ ചെയ്യുന്നതാവില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു അനുസരിച്ച് ആ കൺസേൺ വരുന്നത്. നമ്മൾ നിൽക്കുന്നത് നമ്മൾ വേറൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിൽ സെക്യുലറിസത്തെക്കുറിച്ചും ഈ ബഹുമത സമൂഹത്തിൽ ഇത് പുലർത്തേണ്ട ഒരു സുതാര്യതയെക്കുറിച്ചൊക്കെയുള്ള ഒരു കൺസേണിൻ്റെ അകത്തേ അത് വരുള്ളൂ. അത് ഞാൻ പലപ്പോഴും നമ്മൾ പല ആൾക്കാരായാലും തെറ്റെന്നൊക്കെ ചോദിക്കും. ആ തെറ്റ് എന്ന് പറയുന്നത് അവർക്ക് തെറ്റായി തോന്നുന്ന അത്ഭുതമില്ല. കാര്യം അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. ആ കാഴ്ചയിലനുസരിച്ച് പോലീസും ഭരണത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ബാധ്യതപ്പെട്ടൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് നമുക്ക് പ്രശ്നമായി തോന്നുന്നത്. അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അതൊരു ഗൗരവമായി കാണുന്ന സ്ഥലത്താണ് ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത ആയിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾ, ഇങ്ങനൊരു ബന്ധം എന്നുള്ളത് നമുക്ക് ആശങ്കാജനകം തന്നെയാണ്. ആ ആശങ്ക തന്നെയാണ് ഇന്ന് പല പ്രധാനപ്പെട്ട അഭിഭാഷകരും പ്രമുഖ അഭിഭാഷകരും പങ്കുവച്ചില്ല. പ്രശാന്ത് ഭൂഷൺ ആവട്ടെ, ഇന്ദിരാ ജയ്സിംഗ് ആയിക്കോട്ടെ, കപിൽ സിബാൽ ആയിക്കോട്ടെ, അവരൊക്കെ പലരും ഈ എന്നാലും അതുപോലെ തന്നെ പല ആൾക്കാരും ഈ വിഷയം പങ്കുവയ്ക്കാനുള്ള കാരണം എന്താണ്? അവർക്കിപ്പോൾ ഇദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അനിഷ്ടത്തിൻ്റെ ഒരു പ്രശ്നമല്ലോ. അവർ ഈ പ്രത്യേക സന്ദർഭത്തിൻ്റെ അകത്ത് ഈ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നാണ് ഒരു ഇന്ദിരാ ജയ്സിംഗ് പറഞ്ഞത്. ആ വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ സാധനം ഭരണഘടന വിഭാവനം ചെയ്ത ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെടാൻ കൂടിയുണ്ട്. ആ ട്രസ്റ്റ് ഇറോഡ് ചെയ്താൽ പിന്നെ ആൾക്കാരെങ്ങനെ ഈ നീതിപീഠത്തെ സമീപിക്കാനാവും? കാരണം പല കേസുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട അപ്പീൽ കോടതി, ഏറ്റവും ഹയസ്റ്റ് അപ്പീൽ കോടതിയാണ് റിട്ട് കേസിലാണ് പരിഗണിക്കുന്നത്. ഭരണഘടനാപരമായ കേസുകളാണ് പരിഗണിക്കുന്നതിൽ മിക്കവാറും കേന്ദ്ര സർക്കാരാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്തേക്ക് നാളെ സംബന്ധിച്ച ആശങ്കയാണത് സൃഷ്ടിക്കുക. അത്രയും അതും പ്രഖ്യാതമായിട്ടുള്ള പല, ഇപ്പോൾ രാജീവ് ചോദിച്ച പോലെ മഹാരാഷ്ട്രയുടെ കേസ്, സ്റ്റേറ്റിൻ്റെ പല കേസുകൾ, ഫെഡറലിസമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതെല്ലാം അവിടെ ഗവർണർ നിയമന സമിതി കേസ്, ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. ഈ നിൽക്കുമ്പോൾ ആർക്ക് അനുകൂലമായി ലോഡ് ചെയ്യപ്പെടുന്നുള്ള തോന്നൽ ഓൾറെഡി ഉണ്ട്. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നത്തിനുണ്ടെങ്കിൽ അവിടുത്തെ ചീഫ് ജസ്റ്റിസുമാരുടെ രഞ്ജൻ ഗൊഗോയിന് ശേഷം BJP-യുടെ MPA വരുന്നു. നമ്മൾ ഏറ്റവും അവസാനം കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർ ചെയ്ത ജഡ്ജിമാരുടെ യോഗം, അതിൽ പ്രധാനപ്പെട്ട വിഷയം വഖഫ് കേസായി വരുന്നു. അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന കാര്യം, റിട്ടയർഡ് ജഡ്ജിമാർ യോഗം ചേർന്ന് BJP-ക്ക് അനുകൂലമായി യോഗം ചേർന്ന് അതിൽ പ്രധാനപ്പെട്ട വിഷയം വഖഫായി ബന്ധപ്പെട്ട. അപ്പോൾ ഇത്രയും കാലം നീതിപീഠത്തിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ വേറെ രാഷ്ട്രീയത്തിന് ഭാഗം വരുമ്പോൾ അവർ ഇത്രയും കാലം പിന്തുടർന്ന രാഷ്ട്രീയം എന്നാണ്. അതുപോലെ നമുക്കറിയാവുന്ന കാര്യം വെസ്റ്റ് ബംഗാളിൽ ഒരു ജഡ്ജി രാജിവെച്ച് BJP ചേരുന്ന സാഹചര്യം. പിന്നെ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. ഇതൊരു ട്രെൻഡ് ആകുമ്പോഴാണ് പ്രശ്നം. ഒന്നോ രണ്ടോ ഐസൊലേറ്റഡ് കേസ് ആകുന്നതല്ല. ഐസൊലേറ്റഡ് കേസ് ശരിയാണെന്നല്ല, ട്രെൻഡായി വരുമ്പോൾ അത് എന്താണ് ഇവിടെ സാധാരണ ലിറ്റിഗനെ സംബന്ധിച്ചുള്ള കേസായി പോകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് വേണ്ടി പോകുന്ന ആളെ സംബന്ധിച്ചുള്ള സൃഷ്ടിക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഒരു ബഹുമത സമൂഹമാണെന്നും ഈ ഇപ്പോൾ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് റിട്ടയർ ചെയ്തതിന് ശേഷം പാർലമെന്റ്, അതിന് മുമ്പുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് P സദാശിവം, അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കേരള ഗവർണറാണ്. അദ്ദേഹമാണ് നമ്മളുടെ ഏറ്റവും കുപ്രസിദ്ധമായ ദാരാ സിംഗ് കേസിൽ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ജഡ്ജി. ആ ബെഞ്ചിലുണ്ടായിരുന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് P സദാശിവം. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ കേരളത്തിൻ്റെ ഗവർണറായിട്ട് വരുന്നത്. ബാബറി മസ്ജിദ് കേസിലെ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് അബ്ദുൾ നിസാർ, അദ്ദേഹം ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണറായിട്ട് വന്നു. അതിനുശേഷമാണ് രഞ്ജൻ ഗൊഗോയ് അതിന് ഇടയിൽ പാർലമെൻറ്റിൽ അംഗമാകുന്നു. ഇങ്ങനെ ഇത്തരം ജഡ്ജിമാർക്കൊക്കെ പല സാധ്യതകൾ തുറന്നു കിടക്കുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ CPM-ൻ്റെ ഒരു നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, അദ്ദേഹം ട്വീറ്റ് ചെയ്തത്, ഇനിയിപ്പോൾ താങ്കളെ പാർലമെൻറ്റിൽ കാണേണ്ടി വരുമോ, അതോ ഒരുപക്ഷെ കേന്ദ്ര നിയമമന്ത്രിയായി തന്നെ താങ്കൾ വരുമോ എന്നൊക്കെയാണ് ട്വീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളൊരു ബോധ്യം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ചൊക്കെ വലിയ ധാരണകളുള്ള മനുഷ്യർക്ക് ഉണ്ടാവേണ്ടതല്ലേ? ഉണ്ടാവേണ്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച്. മാത്രമല്ല അദ്ദേഹം തന്നെ DV ചന്ദ്രചൂഡ് തന്നെ, ബഹുമാനായ ചീഫ് ജസ്റ്റിസ് തന്നെ, തൻ്റെ പിതാവിൻ്റെ ഒരു ജഡ്ജിമെൻറ്റിനെ തിരുത്തി, അടിയന്തരാവസ്ഥ കാലത്ത് വന്ന ജഡ്ജിമെൻറ്റ് തെറ്റായിരുന്നു, ഞാൻ അങ്ങനെയല്ല പറയുക. കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്ന വഴി ആ കാലത്തെ ഒരു ജുഡീഷ്യറി ഏറെക്കുറെ നമുക്ക് ഈ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. സബ്മിസീവ് ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിനോട്. അത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ അവതരിപ്പിച്ച ഒരാളാണ്. കാര്യം സ്വന്തം പിതാവിൻ്റെ തന്നെ ജഡ്ജിമെൻറ്റ് തെറ്റായിരുന്നു, അത് ഗവൺമെൻറ് ഏറെക്കുറെ അനുകൂലമായിരുന്നു, ശരിയല്ല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യം ആൾക്കാരെ ഡീറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ പൗരാവകാശപര കാഴ്ചപ്പാട് നടത്തുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതാണ്. പിന്നെ രാജീവ് നേരത്തെ ചോദിച്ചാൽ ഇപ്പോൾ ഈ ട്വീറ്റ് ബന്ധപ്പെട്ട കാര്യമുണ്ട്. കേന്ദ്ര നിയമമന്ത്രി, അതുപോലെ തന്നെ ദേശീയ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ രാജ്യസഭ, ഇതൊക്കെ പരമോന്നതമായ ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനമായിട്ട് തരുമ്പോൾ എന്താണ്? ഒന്നുമല്ല, നിസ്സാരമായ സ്ഥാനങ്ങൾ. ഇതിലപ്പുറം എന്ത് സ്ഥാനമാണ്? കാര്യം അത് ഒരു സ്ഥാനത്തിൻ്റെ മികവ് മാത്രമല്ല, അത് ഒരു ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം കൂടിയാണല്ലോ. ആ സ്ഥാനത്തിരിക്കുകയും അതിനനുസരിച്ച് ഒരു നീതിപൂർവമായ കാര്യം ചെയ്യാന്നുള്ളത്. അതിനെക്കാളും ചെറിയ സ്ഥാനത്തേക്ക് പോകാനുള്ള ആലോചന ആൾക്കാരെ മനസ്സിലുണ്ടാക്കും എന്ന് പറയുന്നത് തന്നെ അത് എന്തൊരു ഭീകരാസ്ഥിതിയാണ്. അത് നല്ലതല്ല. ഡെമോക്രസി വെച്ചുള്ള നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഇത് മാത്രമല്ല,
ഒരു ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ പിന്തുടർന്ന് വരുന്ന ജസ്റ്റിസുമാർക്ക് അതൊരു നോർമലൈസ് ചെയ്യപ്പെടും ഈ സിറ്റുവേഷൻ. ഈ നോർമലൈസ് ചെയ്യപ്പെടുക കാര്യം ആൾക്കാർക്ക് ഇതിപ്പോൾ നാളെ BJP ഗവൺമെന്റ് മാത്രമാണെന്നില്ല, ഏത് ഗവൺമെന്റാണ് ചെയ്ത് നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് നല്ല സ്ഥിതിവിശേഷം അല്ല. കാര്യം ഇൻഡിപെൻഡൻസ്, ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ലെജിസ്ലേറ്ററും ഈ ജുഡീഷ്യൽ തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സും ഇൻഡിപെൻഡൻസും അതാണ് ഇതിൻ്റെ മൂലാധാരം ഭരണഘടനയുടെ. അതെല്ലാ കാലത്തും കീപ്പ് ചെയ്തിട്ടുള്ളത്. നെഹ്റു മൂലം ട്രഡീഷൻ അങ്ങനെ തന്നെയാണ്. അത് ഉയർത്തിപ്പിടിച്ച ട്രഡീഷനാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇറോഡ് ചെയ്യപ്പെട്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതാണ് HR ഖന്നെ പോലെ, ജസ്റ്റിസ് HR ഖന്നെ പോലെ ആൾ വളരെ വാനോളം ഉയർത്തുന്നത്. കാര്യം അദ്ദേഹം ഡിസൈൻ ജഡ്ജിമെന്റിനെ കുറിച്ച് ഇന്നും ആളെ പ്രകീർത്തി സംസാരിക്കും. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇന്നും ജസ്റ്റിസ് എൻ റേനെ ജസ്റ്റിസ് HR ഖന്നെ മറികടന്നാണ് ജസ്റ്റിസ് എൻ റേനെ ഇന്നും നമ്മൾ ബഹുമാനപൂർവ്വം കാണുന്ന ആരെയാണ്? HR ഖന്നെയാണ്. ജസ്റ്റിസ് എൻ റേനെ ആരും ബഹുമാനപൂർവ്വം കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ത്യൻ ജനത ബഹുമാനിക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യം ബഹുമാനിക്കുന്നതും ആരെയാണ്? ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിസന്റ് രേഖപ്പെടുത്തിയ ആൾക്കാർ, അല്ലെങ്കിൽ ഭരണകൂടത്തോട് സ്റ്റേറ്റിനും ഈ പറഞ്ഞ സർക്കാരിനോട് വിധേയമല്ലാതെ സ്വന്തം ജുഡീഷ്യൽ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച, ഭരണഘടന അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഇത്രയും സ്കോളർലി ആയിട്ടുള്ളൊരു ജസ്റ്റിസിൽ നിന്ന് വളരെ സ്കോളർലി ആയിട്ട്, വളരെ അദ്ദേഹത്തിൻ്റെ പല ടോക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഹൈലി സ്കോളർലി ആയിട്ടുള്ള ഒരു ആളാണ്. അങ്ങനെ ഹൈലി സ്കോളർലി ഒരു ചീഫ് നിന്ന് നമ്മൾ ഒരിക്കലും അങ്ങനെ ഇങ്ങനെ സാധനം പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം ഒരു കാഴ്ചയുടെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളൊന്നും, ഇതുപോലെ തന്നെ ധ്വജപ്രതിഷ്ഠയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചു കാലം അത് നടത്തിയ നിരീക്ഷണം ഉണ്ടായിരുന്നു എവിടെ പോയിട്ട്. അതൊക്കെ തന്നെ ഒരു ജസ്റ്റിസ് ഒരു അമ്പലത്തിൽ വിസിറ്റ് ചെയ്യുന്നു, അതിന് പബ്ലിസൈസിൻ്റെ ഒരിക്കലും പാടാത്ത കാര്യമാണ്. രാഷ്ട്രീയക്കാർ പലപ്പോഴും ചെയ്യും, അത് അവരുടെ വോട്ട് ബേസുമായി ബന്ധപ്പെട്ട് അതൊന്നും ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം വേറെ ഡിബേറ്റാണ്. പക്ഷേ ഇത്തരം പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ, കാര്യം ഈ ജുഡീഷ്യറിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടിയന്തരാവസ്ഥ ശേഷം ഇന്ന് ഒരു പഠന റിപ്പോർട്ടിൽ അവർ തന്നെ പറയുന്നുണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തില്ല. ജഡ്ജിമാർ വളരെ അപൂർവമായിട്ടാണ് 4 ജഡ്ജിമാർ. അതൊക്കെ ഒന്ന് ഒരിക്കലും കാര്യം എപ്പോഴും ഒരു അകൽച്ച നിർത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ ഭാഗമാണ്. അതില്ലാതാവും എന്ന് പറയുന്നത് അത് ഇറോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് തേഞ്ഞു പോകുക എന്നുള്ളത് ഒരു വലിയ വിഷമകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. അപ്പം ഞാൻ വീണ്ടും ഇതാണ് ഇപ്പോൾ ഈ നമ്മൾ ഡെമോക്രസി പറഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രസി പ്രത്യേക സ്വഭാവമുണ്ട്. ഇതൊരു ബഹുമത രാഷ്ട്രമാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഒരേപോലെ ജീവിക്കുകയും ഒരേ തുല്യങ്ങളിൽ പരിഗണിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭരണഘടന ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്ത് നമ്മൾ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്, ഡെമോക്രാറ്റിക് മര്യാദകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ മര്യാദകൾ, പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പുലർത്തേണ്ട, പബ്ലിക് ലൈഫിൽ പുലർത്തേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദ പുലർത്തുന്നില്ല. പക്ഷേ അതിൽ ഇതും വിടും. ഈ സ്വകാര്യ സ്ഥലത്ത് നിൽക്കേണ്ട സ്വകാര്യത തന്നെ ഇരിക്കണം. അതൊരു പ്രകടമായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇതാക്കേണ്ടതാണെന്നതിനെ കുറിച്ചിട്ടൊരു ആലോചനയ്ക്ക് കൂടി സ്പേസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നം ഇരിക്കുന്ന ആൾക്കാരും അത് ആൾക്കാർക്ക് കൊടുക്കുന്ന, പ്രത്യേകിച്ച് അത്തരം ഒരു വ്യവഹാര മേഖലയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ വിദ്വേഷത്തിൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇന്ന് ഒരു 10-15 കൊല്ലം മുമ്പുള്ളൊരു ഇന്ത്യയുടെ സ്വഭാവത്തിലെല്ലാം നമ്മൾ നിൽക്കുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾ വ്യാപകമായിരിക്കുന്നു, മതവിദ്വേഷപരമായ പ്രസംഗങ്ങളുള്ളത്. അതുപോലെ തന്നെ പശുക്കടത്തെന്നൊക്കെ പേരിൽ വ്യാപകമായി ന്യൂനപക്ഷ മുസ്ലിം ആക്രമണം നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതൊരു വെറുതെ ആൾക്കാരുണ്ടാക്കി പറയുന്ന നല്ല കഥയല്ല. പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ, ഏത് മാധ്യമങ്ങൾ, ഈ സാധാരണ ഗവൺമെന്റിന് അനുകൂലമായ മാധ്യമങ്ങൾ തന്നെ നിർവഹണീയമായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സാഹചര്യത്തിലാണ് നമ്മളത് കാണുന്നത്. അത് നമുക്ക് എങ്ങനെ അതില്ലാന്ന് പറയാൻ പറ്റും? അപ്പം നമ്മൾ പുലർത്തേണ്ട ചില ഒരു ജാഗ്രതയുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് സെക്യുലർ ഉത്തരവാദിത്തങ്ങളാണ്. ആ സെക്യുലർ ഉത്തരവാദിത്തങ്ങൾ ഭരണഘടന എന്താണ് പറയുന്നത്, ആ സെക്യുലർ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സ്വകാര്യം എന്നുള്ളത്. പക്ഷേ നമ്മൾ പബ്ലിക് ലൈഫിൽ പുലർത്തേണ്ട, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ സവിശേഷമായിട്ടുണ്ട്. അത്തരമൊരു സ്ഥലത്ത് ഈ ഇവരുള്ള സൗഹൃദമായിക്കോട്ടെ, വേറെ സ്ഥലത്ത് ഇവർ ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രയോ മീറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ട്. നമ്മൾ വേറെ കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഏറ്റവും അവസാനം ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ജസ്റ്റിസിന്റെ റോൾ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പുതിയ നിയമങ്ങൾ അമെൻഡ് ചെയ്യപ്പെട്ടുള്ളത്. ഇത്രയും യാഥാർത്ഥ്യം നമ്മൾ നിൽക്കുകയാണ്. എത്രയോ കാലം ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തിട്ടുള്ള അതെ, അതുകൊണ്ട് ആ ഭരണഘടന അത് തീർച്ചയായിട്ടും അത്. പക്ഷേ നമുക്ക് മാതൃകാപരമായ ജഡ്ജിമാരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് KM ജോസഫ്, മലയാളിയെ KM ജോസഫ് നമുക്ക് വളരെ മാതൃകാപരമായ ജഡ്ജിമെന്റ് മുന്നോട്ട് കാണിച്ചെന്ന് പോയത്. കാര്യം ഒരിക്കലും അദ്ദേഹത്തിന് എത്രയോ സ്ഥാനങ്ങൾ ലഭ്യമാകുമായിരുന്നു. പക്ഷേ അവസാനം ഇട്ടുന്ന സ്ഥലത്തും ഒറ്റും കീഴടങ്ങാതെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ച മലയാളി നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സുപ്രീം കോടതിയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് പോലും പല കുറി വൈകിപ്പിച്ചതിന് ശേഷമാണ് അത് അംഗീകരിച്ചത്, അതും ഈ സർക്കാരിന്റെ കാലത്ത്. അതിന് മലയാളിയിലേക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ കാര്യമുണ്ട്. കുറേ അതുപോലെ മലയാളിയുടെ പല ജഡ്ജിമാരും കാണിച്ച ഭയങ്കര ഒരു നിലപാടിൻ്റെ ഒരു ധൈര്യം, സ്ഥൈര്യവും ഒക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് വളരെ അതെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ. കാര്യം അത്ര സ്കോളർലി ആയിട്ടുള്ള വളരെ ഉത്തരവാദിത്തമുള്ള ജഡ്ജി, ഒരു വളരെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കൂടി അതാണ്. അത് ഇടകുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു മാനസിക സംഘർഷം ഉണ്ടാവും. ആ മാനസിക വ്യക്തിയുടെ മാനസിക സംഘർഷമല്ല, നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കിന്ന് സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ഭരണഘടനയെക്കുറിച്ചുള്ള പ്രതീക്ഷയെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതാണ് ഇതിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നു. റൈറ്റ്. ഇവിടെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കത്തന്നെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം വളരെ പ്രധാനമാണ്. ഇത് ഇനി വരാനിരിക്കുന്ന ഈ പദവികളിലേക്ക് വരാനിരിക്കുന്ന ജസ്റ്റിസുമാർക്ക്
ചില മാതൃകകൾ സൃഷ്ടിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില മുൻമാതൃകകൾ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പിന്തുടരപ്പെടുന്നുണ്ടോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. അതിൻ്റെ കൂടെയാണ് പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു കൊടുക്കപ്പെടുന്നത്. ഇതിൽ അപകടം മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തിരിച്ചറിയേണ്ടതുമാണ്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണാം.